ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയൊന്നും പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അർച്ചന ഇപ്പോൾ ആരതിയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ അർച്ചന ഇപ്പോൾ ആരതിയുമായി സംസാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാ സത്യങ്ങളും ആരതിയോട് തുറന്ന് പറയുകയാണ് അർച്ചന. വർഷങ്ങൾക്ക് ശേഷം ശിവയോഗിയുടെ ആശ്രമത്തിൽ വെച്ച് തനിക്ക് ഓർമ്മ തിരിച്ച് കിട്ടിയ കാര്യവും പറയുന്നു. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ആരതി. എന്താ, വിശ്വാസം വരുന്നില്ലേ? ഞാൻ സമൃദ്ധയല്ല, അർച്ചനയാണ് എന്നും പറയുന്നു. എൻ്റെ സച്ചിയേട്ടൻ്റെ അർച്ചന എന്ന് അർച്ചന പറയുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ആരതി. ആശ്രമത്തിൽ വെച്ച് അന്ന് നടന്ന സംഭവങ്ങളും ആരതി ഇപ്പോൾ ഓർക്കുന്നു. ആശ്രമത്തിൽ വെച്ച് എനിക്ക് ഓർമ്മ തിരിച്ച് കിട്ടിയ കാര്യം അറിയാവുന്ന ഒരേ ഒരാൾ ശിവയോഗി മാത്രമായിരുന്നു. ആരതി ഞെട്ടണ്ട. ആരതിയുടെ മുന്നിൽ ഈ നിൽക്കുന്നത് ഗോകുലിൻ്റെ ഭാര്യ സമൃദ്ധയല്ല, നെല്ലിശ്ശേരിയിലെ സച്ചിയുടെ ഭാര്യ അർച്ചന തന്നെയാണ്. ഗോകുലിൻ്റെ ഭാര്യ ഇസബല്ല മരിച്ചു പോയെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 10 വർഷം ഗോകുലിൻ്റെ ഭാര്യ സമൃദ്ധിയായി ജീവിക്കേണ്ടി വന്നത് എൻ്റെ ദൗർബല്യവും കൊണ്ടാണ് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ, എങ്കിൽ അന്ന് ആശ്രമത്തിൽ വെച്ച് ഓർമ്മ തിരിച്ചു കിട്ടിയെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ ആൾമാറാട്ടം എന്ന് ആരതി ചോദിക്കുന്നു. എൻ്റെ സച്ചിയേട്ടന് വേണ്ടി, എൻ്റെ സച്ചിയേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അവന്തിക അന്ന് സച്ചിയെ കൊല്ലണമെന്ന് ആശ്രമത്തിൽ വെച്ച് പറഞ്ഞ കാര്യം അന്ന് അർച്ചന അവിടെ നിന്ന് കേട്ടിരുന്നു. ആ കാര്യം ഇപ്പോൾ ആരതിയോട് പറയുകയാണ് അർച്ചന. ആശ്രമത്തിൽ വെച്ച് എല്ലാ സത്യങ്ങളും പറഞ്ഞ് ഞാൻ സച്ചിയേട്ടനിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ സച്ചിയേട്ടനെ ഇല്ലാതാക്കാനും കുടുംബം നശിപ്പിക്കാനും അവന്തിക ഏതറ്റം വരെയും പോയേനെ എന്ന് അർച്ചന പറയുമ്പോൾ, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല എന്നൊക്കെ ഇത് കേട്ട് ആരതി പറയുന്നു. അവന്തിക അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അർച്ചനയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഈ നാട്ടിൽ നിയമവും കോടതിയും പോലീസും ഒക്കെ ഉണ്ട് എന്ന് ആരതി പറയുമ്പോൾ ഇത് കേട്ട് അർച്ചന പറയുന്നു, ആരതി പറഞ്ഞത് ശരിയാണ്, പക്ഷേ അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആ കാരണം ഗോകുലായിരുന്നു. കഴിഞ്ഞ 10 വർഷം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തണലിൽ എന്നെ സ്നേഹിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം. ആ നിമിഷം ഞാൻ ഗോകുലിനെ ഉപേക്ഷിച്ച് പോയാൽ ഗോകുൽ തകർന്നു പോകുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് അർച്ചന പറയുമ്പോൾ, ഗോകുൽ സാറിനോടെങ്കിലും സത്യം പറയായിരുന്നില്ലേ എന്ന് ആരതി ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോകുൽ സ്നേഹിക്കുന്നത് എന്നെയാണ്. ഓരോ നിമിഷവും ഗോകുൽ കൂടുതൽ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുലിനെ ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന നിമിഷം ഗോകുലിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ തകർന്നു പോകുന്ന ഗോകുൽ ജീവിതം അവസാനിപ്പിച്ചാൽ പിന്നെ എനിക്ക് എങ്ങനെയാണ് സച്ചിയേട്ടനോടൊപ്പം സമാധാനമായി ജീവിക്കാൻ കഴിയുക? സമാധാനത്തോടെ ഗോകുലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി സച്ചിയേട്ടൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇനിയും ഞാൻ ഈ ആൾമാറാട്ടം തുടർന്നാൽ അതൊന്നും നടക്കില്ല. സച്ചിയേട്ടനോ ഗോകുലോ രണ്ടിലൊരാൾ ഈ ഭൂമിയിലുണ്ടാകില്ല. എനിക്കെൻ്റെ സച്ചിയേട്ടനെ തിരിച്ചു വേണം. എന്നാൽ ഗോകുൽ ഇല്ലാതാകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ അർച്ചന പറയുന്നു. അപ്പോൾ അന്ന് പർദ്ദയിട്ട് സച്ചിയുടെ വീട്ടിലേക്ക് വന്നത് എന്നിങ്ങനെ ആരതി ചോദിക്കുമ്പോൾ, അതെ, എൻ്റെ അമ്മയും അനിയത്തിമാരെയും കാണാൻ എനിക്കതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ആരതി, എനിക്ക് എല്ലാവരെയും അറിയാം, എല്ലാം അറിയാം. ആരതിക്ക് സച്ചിയേട്ടനുള്ള ഇഷ്ടവും എനിക്കറിയാം. പക്ഷേ ആരതിക്കറിയാത്ത ഒന്നുകൂടി എനിക്കറിയാം. സച്ചിയേട്ടൻ ആരതിയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല. സച്ചിയേട്ടൻ എൻ്റേതാണ്, എൻ്റേത് മാത്രമാണ്. ഒട്ടും താമസിയാതെ എല്ലാം പരിഹരിച്ച് ഞാൻ സച്ചിയേട്ടനിലേക്ക് തിരിച്ചെത്തും. സച്ചിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, അർച്ചനയുടെ മനസ്സിലെ ആശങ്കയും വേവലാതിയും എനിക്ക് മനസ്സിലായി. ഇപ്പോൾ സച്ചിയുടെ മനസ്സും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ഉള്ളിലെ ഇഷ്ടവും സച്ചി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അർച്ചന, സച്ചിയുടെ മനസ്സിൽ വേറെ ആർക്കും കയറിക്കൂടാൻ സാധിക്കില്ല. എൻ്റെ കാര്യം ഓർത്ത് അർച്ചന പേടിക്കണ്ട. ഒരിക്കലും ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വരില്ല. ഞാനെന്നല്ല, ആർക്കും വരാൻ സാധിക്കില്ല എന്നൊക്കെ ആരതി പറയുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രമല്ല ഞാൻ ആരതിയോട് ഈ സത്യം തുറന്ന് പറയാൻ തീരുമാനിച്ചത്. ആരോടെങ്കിലും ഇതെല്ലാം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും. ഞാൻ ഗോകുലിനോടൊപ്പം ജീവിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണാനാണ് ഗോകുലിൻ്റെ അമ്മ ആഗ്രഹിക്കുന്നത്. അത് തന്നെയുമല്ല, ഗോകുലിനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല എന്നൊക്കെ അർച്ചന പറയുന്നു. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, എന്തായാലും ഗോകുൽ സാറിനോട് ഇതെല്ലാം തുറന്ന് പറഞ്ഞില്ലേ മതിയാകൂ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, പറയണം, പതിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുവരെ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യം മറ്റാരും തന്നെ അറിയരുത്. ഈ ഘട്ടത്തിൽ ആരതിക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ ആരതിയോട് പറയാൻ തീരുമാനിച്ചത് എന്ന് അർച്ചന പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. പക്ഷേ അർച്ചന ഒന്ന് ഓർക്കണം, ഈ കാര്യം സച്ചി അറിഞ്ഞാൽ ആ നിമിഷം സച്ചി വന്ന അർച്ചനയെ കൊണ്ടുപോകും. ഈ കാര്യം എന്നോട് സച്ചി കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. അതുമാത്രമല്ല, അർച്ചനയ്ക്ക് വേണ്ടി ഗോകുൽ സാറിനെതിരെ കേസ് കൊടുക്കാൻ പോലും സച്ചി ആലോചിച്ചിരിക്കുകയാണ്. ഒരു വിധത്തിലാണ് ഞാൻ സച്ചിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചത് എന്നൊക്കെ ആരതി പറയുന്നു. ഉടനെ അർച്ചന ആരതിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാനും നേർവഴിക്ക് നയിക്കാനും ഇപ്പോൾ ആരതിക്ക് കഴിയൂ.
കുറച്ച് നാൾ കൂടി എനിക്ക് ഈ ആൾമാറാട്ടം തുടർന്നേ പറ്റൂ. ഗോകുലെല്ലാം മനസ്സിലാക്കാൻ കുറച്ച് സമയം കൂടി എനിക്ക് വേണം. അതുവരെ ഈ രഹസ്യം നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഒരു സഹോദരിയെ പോലെ കണ്ട് ഞാൻ പറയുകയാണ്, എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ അർച്ചനയും പറയുന്നുണ്ട്. എനിക്ക് അർച്ചനയുടെ വിഷമം മനസ്സിലാകും. എന്തായാലും ഇപ്പോഴെങ്കിലും ഈ തുറന്നു പറച്ചിൽ നന്നായി. എന്തായാലും അർച്ചന സമാധാനത്തോടെ പോയിക്കോളൂ. ഇനി ഈ രഹസ്യം മറ്റാരും അറിയില്ല എന്ന് ആരതി പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പ് ആരതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നെഞ്ചിൽ തട്ടിയാണ് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതെങ്കിൽ ഇനിയും ശശിയെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചന അവിടെ നിന്നും പോവുകയാണ്. ആരതി ഇപ്പോൾ അവിടെ നിന്ന് കരയുകയാണ്. വളരെയധികം സങ്കടത്തോടെ തന്നെയാണ് ഇപ്പോൾ ആരതി അവിടെ നിൽക്കുന്നത്. ആരതിക്കൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല ഇതൊന്നും. ശേഷം അവന്തികയാണ് കാണിക്കുന്നത്. അവന്തിക ഇപ്പോൾ ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണക്കെല്ലാം മൂർത്തി കൃത്യമായി നോക്കിക്കോണം. പണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് അറിയാമല്ലോ. എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള പണമെല്ലാം തിരിച്ചു പിടിച്ചേ മതിയാകൂ എന്ന് അവന്തിക മൂർത്തിയോട് പറയുന്നുണ്ട്. ഞാൻ അവരോട് പറയാം എന്നൊക്കെ മൂർത്തിയും പറയുന്നു. അങ്ങനെ അനിരുദ്ധൻ്റെ ഭാര്യയും മകളും വേഷം മാറി അവിടെ കയറി കൂടിയിരിക്കുകയാണ് അവന്തികയുടെ അടുത്ത്. ഇപ്പോൾ അവർ ജോലിക്കാരായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. എന്താ അമ്മ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ലീല ഇപ്പോൾ അവിടെ വന്ന് ചോദിക്കുന്നുണ്ട്. കാഞ്ചനമോൾ ഇപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. അവൾക്ക് വെറുതെ ഇരിക്കാതെ മോളെ സഹായിക്കാൻ വരാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ ലീല. അതൊന്നും വേണ്ടമ്മ, എന്നെ സഹായിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് എന്ന് അവന്തിക പറയുന്നുണ്ട് അവരോട്. അടുക്കളയിലാണെങ്കിലും അവിടെ വേറെ ജോലിക്കാരുണ്ട് എന്ന് അവന്തിക പറയുമ്പോൾ, അടുക്കളക്കാര്യമല്ല ഞാൻ പറഞ്ഞത്, കടുത്ത ദാരിദ്ര്യമായിരുന്നെങ്കിലും എൻ്റെ മോള് BA വരെ പഠിച്ചിട്ടുണ്ട് എന്ന് ലീല പറയുന്നു. സോറി, MBA വരെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആഹാ, MBA വരെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അവന്തിക. നല്ല മാർക്കോട് കൂടിയാണ് അവൾ പാസ്സായത്. ഓഫീസിൽ അവൾക്ക് എന്തെങ്കിലും ചെറിയൊരു ജോലി കൊടുത്താൽ അവൾ ഭംഗി ചെയ്തോളും എന്ന് പറയുന്നുണ്ട് ലീല. മോൾ അവൾക്ക് ശമ്പളമൊന്നും കൊടുക്കണ്ട, ഇവിടെ വെറുതെ ഇരിക്കുന്നതിനേക്കാളും അവൾക്ക് മോളെ സഹായിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലീല. ശരിയമ്മായി, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നു അവന്തിക. മതി മതി, മോൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് സന്തോഷമായി എന്ന് ലീല പറയുന്നു. ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് അവന്തിക പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ലീല അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക മൂർത്തിയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറയുന്നു മൂർത്തി, അമ്മയുടെ ആവശ്യം നടത്തി കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു MBA കാരിയുടെ സേവനം കമ്പനിക്ക് വെറുതെ കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ എന്ന് മൂർത്തിയും പറയുന്നു. എങ്കിൽ മൂർത്തി ഒരു കാര്യം ചെയ്യും, നാളെയോ മറ്റന്നാളോ കാഞ്ചനെ ഓഫീസിലേക്ക് കൂട്ടിക്കോളൂ, കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെടുക്കുക, കുറച്ചുനാൾ ഓഫീസിൽ നിൽക്കട്ടെ എന്ന് അവന്തിക പറയുന്നു. എങ്കിൽ പിന്നെ മാഡത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് മൂർത്തി ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ഇപ്പോൾ സച്ചിയാണ് കാണിക്കുന്നത്. സച്ചിയുടെ അടുത്ത് കമല വന്ന് ചോദിക്കുന്നുണ്ട്, ആരതി നിന്നെ വിളിച്ചിരുന്നോ എന്ന്, ആരതി മോള് വിളിച്ചിരുന്നോ എന്ന്. ഉടനെ സച്ചി പറയുന്നുണ്ട്, ഇല്ല എന്നെ വിളിച്ചിരുന്നില്ല, എന്തെങ്കിലും തിരക്കായിരിക്കും, അമ്മയെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. ഇല്ല, എന്നെ വിളിച്ചില്ല എന്ന് കമല പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ മരുന്നും മന്ത്രവും കൊണ്ടാണ് നിൻ്റെ പനി ഇത്രയും പെട്ടെന്ന് മാറിയത്. ആ കുട്ടി എന്തൊക്കെയാണ് നിനക്ക് വേണ്ടി ചെയ്തത്? ഇതുപോലുള്ള പെൺകുട്ടികളെ ഈ കാലത്ത് കാണാൻ കിട്ടില്ല. എന്തൊരു തിരക്കുള്ള വക്കീലാണ്, എന്നിട്ടും അതിൻ്റെ വല്ല തലക്കനവും ഉണ്ടോ കുട്ടിക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമല. അമ്മ ആ മരുന്നിങ്ങെടുത്തേ എന്ന് സച്ചി പറയുമ്പോൾ, ആഹാരത്തിന് മുന്നേ കഴിക്കാനുള്ള ഒരെണ്ണമുണ്ട് എന്നും സച്ചി പറയുന്നു. അങ്ങനെ കമല ഇപ്പോൾ മരുന്നെടുത്ത് കൊടുക്കുകയാണ് സച്ചിക്ക്. അങ്ങനെ സച്ചിയോട് കഞ്ഞി കുടിക്കാനാക്കി പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ ആരതിയും കാണിക്കുന്നു. ആരതി ഇപ്പോൾ അർച്ചന പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഇപ്പോൾ സച്ചി ആരതിയെ വിളിക്കുന്നത്. വക്കീലെന്താ ഫോൺ എടുക്കാത്തത് എന്ന് ഇപ്പോൾ സച്ചി ചിന്തിക്കുന്നുണ്ട്. സച്ചിയുടെ കോൾ അറ്റൻഡ് ചെയ്യാതെ ഇപ്പോൾ കട്ട് ചെയ്ത് കളയുകയാണ് ആരതി. അമ്മ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യം ആരതി വക്കീലിനോട് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സച്ചി വീണ്ടും വിളിക്കുന്നു. എന്നാൽ ആരതി ഫോൺ കട്ട് ചെയ്ത് കളയുകയാണ്. അവർക്കിടയിലുള്ള ഒരു സൗഹൃദം ഞാൻ ഇനി അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവർ തമ്മിലുള്ള ബന്ധം ഞാനായി ഇല്ലാതാക്കുന്നില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരതി. ഈ സമയം വീണ്ടും വീണ്ടും സച്ചി വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആരതിക്ക് ഇതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ആരതി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി ഇപ്പോൾ വണ്ടിയുടെ താക്കോൽ എവിടെ എന്ന് സ്നേഹയോട് ചോദിക്കുന്നുണ്ട്. വയ്യാതിരിക്കുമ്പോൾ ഏട്ടൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സ്നേഹയും ചോദിക്കുന്നു. വക്കീലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി എൻ്റെ പനി പകർന്ന് വയ്യാതെ കിടക്കുവാണോ എന്ന് ആർക്കറിയാം, ഞാൻ എന്തായാലും പോയി ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുമ്പോൾ കമല വന്ന് തടയുന്നുണ്ട്. ഉടനെ സ്നേഹ പറയുന്നുണ്ട്, ആരതി ചേച്ചിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഏട്ടൻ പോയി തിരക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ കമല സച്ചിയെ വിടുന്നുണ്ട്. അവൾ ഫോൺ എടുക്കാതിരുന്നപ്പോൾ അവൻ്റെ ടെൻഷൻ കണ്ടില്ലേ. അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്. പതിയെ പതിയെ അവനെല്ലാം മറക്കും എന്ന് കമല പറയുന്നു. അമ്മയുടെ മനസ്സിലിരിപ്പ് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സച്ചിയേട്ടൻ ഈ ജന്മം മാറില്ല എന്ന് സ്നേഹ പറയുന്നുണ്ട്. ആരതി മോളെ കണ്ടതിൽ പിന്നെ വഴിയിൽ കാണുന്ന പെൺകുട്ടികളെല്ലാം അർച്ചന എന്ന് പറഞ്ഞ് നടക്കുന്നത് അവൻ്റെ ആ ഒരു ഇത് അവന് മാറിയിട്ടുണ്ട്. അവന്
ആരതിയോട് പതിയെ പതിയെ സ്നേഹം തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ കമല പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, കാര്യത്തിലെടുക്കുമ്പോൾ ശശിധരൻ്റെ സ്വഭാവം മാറും, അമ്മ അരുതാത്ത ചിന്തയൊന്നും വെക്കണ്ട എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കാഞ്ചന ഇപ്പോൾ അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അവന്തികയുടെ ഓഫീസിൽ എനിക്കൊരു ജോലി ഒത്തിട്ടുണ്ട് എന്ന് കാഞ്ചന പറയുമ്പോൾ ഇക്കാര്യം മറ്റാരും അറിയണ്ട എന്ന് അർച്ചനയും പറയുന്നു. അങ്ങനെ ഇപ്പോൾ കാഞ്ചനയുടെ അടുത്ത് ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ഇപ്പോൾ നടന്നു വരുന്നുണ്ട് മൂർത്തിയും. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.